ഇൻ്റർനെറ്റിനും ഇനി ഇറാന് കപ്പം നൽകണം. പുതിയ ഭീഷണിയുമായിട്ടാണ് ഇറാൻ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഓർമുസിൽ ഡിജിറ്റൽ ടോൾ ബൂത്ത് ആരംഭിക്കുമെന്നും ഇതിന് കപ്പം നൽകിയിട്ടില്ലെങ്കിൽ ഈ മേഖലയിലൂടെ ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുകയോ കട്ട് ചെയ്യുകയോ ചെയ്യുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അപ്പോൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് അറേബ്യൻ മേഖലയിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ അടക്കമുള്ള പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കേബിളുകൾ പോകുന്നത് എന്നുകൂടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം പറയുന്നത്. അപ്പോൾ എല്ലാവിധ ആശയ സംവിധാനങ്ങളും ഈ മേഖലയിലൂടെ പോകുന്നത്, ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുന്നതെല്ലാം ഹോർമുസ് കടലിൻ്റെ അടിഭാഗത്തൂടെയാണ്. അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ IRGC ചെയ്യുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. ഹോർമുസ് കടലിലൂടെ കടന്നു പോകുന്ന ഇൻ്റർനെറ്റ് കേബിൾ തകർക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ നടക്കുന്ന ഈ കപ്പൽ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതിന് പരിഹാരമുണ്ടായിട്ടില്ലെങ്കിൽ രണ്ടാം ഘട്ടം ഇറാൻ ഈ മേഖലയിലും പ്രവേശിക്കും എന്നുള്ളതാണ്. ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന കേബിൾ കണക്ഷൻ ഹോർമുസ് കടലിൻ്റെ അടിഭാഗത്തിലൂടെ കടന്നു പോകുന്നു. നിത്യേനെ $10 ട്രില്യൺ സാമ്പത്തിക ഇടപാട് ഈ നെറ്റ്വർക്ക് വഴി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു സാമ്പത്തിക വിനിമയ ഇടപാടുകൾ നടക്കുന്ന മേഖല ഇൻ്റർനെറ്റ് വഴിയുള്ളതും ഹോർമുസിലാണ് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെക്കുന്ന അറ്റകുറ്റപ്പണികൾ, സുരക്ഷ, ഡാറ്റ ട്രാൻസിസ്റ്റ് വഴിയുള്ള വലിയ സംഖ്യയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിലൂടെ നടക്കുന്നുണ്ട്. നിരീക്ഷിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും ഒക്കെ തീർച്ചയായിട്ടും IRGCക്ക് സാധിക്കുകയും ചെയ്യും. ഡിജിറ്റൽ ടോൾ ബൂത്ത് അത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തലവാചകത്തിലൂടെയാണ് ചില അറേബ്യൻ പത്രങ്ങളൊക്കെ ഈ വിഷയത്തെ പ്രാധാന്യവൽക്കരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത്. ഡിജിറ്റൽ ട്രേഡ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഉള്ളതാണ് പറയുന്നത്. നിരീക്ഷണവും നിയന്ത്രണവും ഇറാൻ്റെ കൈവശത്തിലേക്ക് ഒതുങ്ങിക്കിട്ടും. ഹോർമുസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഇനി നെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോട് വരുന്ന സമയത്ത് ഏറെക്കുറെ പെട്രോളിയവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ബാധിക്കാത്ത രാജ്യങ്ങളെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷനെ ബാധിക്കപ്പെടുന്ന സമയത്ത് സാമ്പത്തിക ഞെരുക്കവും പ്രയാസവും രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു തരത്തിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അണ്ടർ സീ ഫൈബർ ഓപ്റ്റിക്കൽ കേബിളിനെ കേടുപാടുകൾ വരുത്താനും ട്രാഫിക് തടസ്സപ്പെടുത്താനും മെയിൻ്റനൻസ് നിയന്ത്രിക്കാനും യഥാർത്ഥത്തിൽ ഇറാന് സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പഠന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. ഇതിൽ പോകുന്ന പ്രധാന കേബിളുകളുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ മീഡിയകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഫാൽക്കൺ എന്ന് പറയുന്ന കേബിൾ, AA1 എന്ന് പറയുന്ന കേബിൾ, EPEG മറ്റൊരു കേബിളാണ്, ഗൾഫ് ബ്രിഡ്ജ് ഇൻ്റർനാഷണൽ മറ്റൊരു കേബിളാണ്, CMEV അങ്ങനത്തെ ഒരു കേബിൾ. ഇത്തരം കേബിൾ പ്രധാനമായിരിക്കുന്ന 5 കേബിളാണ് പറയുന്നത്. അതല്ലാത്ത രീതിയിൽ 10-ലധികം കേബിൾ വേറെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പ്രധാനമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളാണ് ഇതിൻ്റെ ഉപഭോക്താക്കളായി വരുന്നത്. UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സൗദി, ഒമാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിലൊരു യുദ്ധം എന്ന് പറയുന്നത് ഏറെക്കുറെ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഏത് തരത്തിലാണ് ഇറാനെതിരെ യുദ്ധം ചെയ്ത് വിജയിച്ചെടുക്കുക എന്നുള്ളത് അറിയുന്നില്ല. എങ്ങനെയൊക്കെ നീങ്ങണം എന്ന് അറിയാതെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടാം വേർഷനായിട്ടാണ് ഇപ്പോൾ കേബിളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നത് എന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുകയാണ്. ഇതിനൊക്കെ കാരണം ഉത്തരവാദിയും അമേരിക്കയാണ് എന്നുള്ളതും ഡൊണാൾഡ് ട്രംപിൻ്റെ വൈവിട്ട തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ആക്രമണവും തങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാരണം ഇറാൻ ഇപ്പോൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ലോക രാജ്യങ്ങൾക്കൊന്നും ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉള്ളത്. മുമ്പൊന്നും അങ്ങനെയല്ല. ഒരു രാജ്യത്തെ അമേരിക്ക ആക്രമിക്കാൻ വരുന്ന സമയത്ത് അമേരിക്കക്കൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആയുധങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ ഇല്ലാതാക്കിയിട്ട് അമേരിക്കക്ക് വലിയ തെളിച്ചവും വെളിച്ചവും സന്തോഷവും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്തു വന്നിരുന്നത്. ഇപ്പോൾ അവരൊന്നും അതിന് കിട്ടുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ വെറുതെ എന്തിനാണ് ഒരു രാജ്യത്തെ, അതും വൈകാരിക തലത്തിൽ ചിന്തിക്കുന്ന ഈ ഒരു രാജ്യത്തിനെ, മതരാഷ്ട്രമായിരിക്കുന്ന ഒരു രാജ്യത്തിനെ ശത്രുവാക്കുന്നത് എന്തിനാണ് എന്ന് ആദ്യം ചോദിച്ചത് ജർമ്മനി തന്നെയാണ്.
പിന്നീട് ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇറാനുമായിട്ട് നല്ല സൗഹൃദ ബന്ധമാണ്, അത് പൊട്ടിച്ചാൽ പിന്നീട് അത് ശത്രുവായിട്ട് മാറും. ശത്രുവായിട്ട് മാറിയാൽ മിഡിൽ ഈസ്റ്റിൽ അവർ ആക്രമിക്കും. തങ്ങളുടെ സൈനിക ബേസുകൾ സാമ്പത്തിക മേഖലകളൊക്കെ പലതും ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ കേന്ദ്രീകൃതമായിരിക്കുന്ന അക്രമം വരുന്ന സമയത്ത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി യൂറോപ്യൻ രാജ്യം ആരും സഹായിച്ചിട്ടില്ല. അങ്ങനെ ഈ മേഖലയിൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോവുകയാണ്. ഈ പ്രശ്ന പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾക്ക് സന്ദർശനം നടത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അതാണ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ചൈനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തതെന്നല്ലാതെ അവരൊരു തരത്തിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രൂപത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ മേഖല ഹോർമുസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന കപ്പൽ സർവീസ് നടത്തണം എന്നുള്ള അപേക്ഷ ഡൊണാൾഡ് ട്രംപ് ഈ ചൈന വശം വെച്ചിട്ടുണ്ട്. എന്നാൽ ചൈന മറുപടി പറഞ്ഞ കാര്യം, നിങ്ങൾ ആദ്യം ഉപരോധം തീർക്കുക, അതിന് ശേഷം സംസാരിക്കുക എന്നതാണ്. ഉപരോധം തീർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് താല്പര്യമില്ല. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കിയിട്ട് അവർ യുദ്ധ പരിഹാരത്തിന് പ്രേരിപ്പിക്കുകയും കരാർ വ്യവസ്ഥ അംഗീകരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നെല്ലാം ഒരു ബദൽ സംവിധാനം അവരുണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഭക്ഷ്യധാന്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. സാധാരണഗതിയിൽ നോർമൽ മേഖലയിൽ, അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുദ്ധം ബാധിച്ചത് തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ മേഖല മാറ്റി നിർത്തിയാൽ, ആ പ്രവിശ്യയുടെ ഒരു ഭാഗം മാറ്റി നിർത്തിയാൽ 30 പ്രവിശ്യയിലും സാധാരണ രീതിയിൽ ജീവിത നിലവാരങ്ങളും അവസ്ഥകളും നടക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. യുദ്ധം വരുന്ന സമയത്ത് മാത്രമാണ് വിഷയം. യുദ്ധം വരുന്ന സമയത്തും തലസ്ഥാനത്തെയാണ് കാര്യമായിട്ട് ബാധിക്കുന്നത്. എന്നാൽ അവിടുത്തെ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയകാര്യങ്ങളും വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ടതെല്ലാം ഈ മേഖലയ്ക്ക്, ഈ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഈ പ്രവിശ്യക്ക് പുറത്താണ് എന്നതിനാൽ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ സങ്കീർണമായതോടുകൂടി പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും ട്രംപിനെ സമീപിച്ചിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം വരുന്ന സമയത്ത് ഇതെല്ലാം നാശമായി കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിശ്ചലമാകുന്ന സ്ഥിതിയിലേക്ക് വരും. അത് മാത്രമല്ല അവർ പറയുന്നത്, കോടിക്കണക്കിന് ഫയലുകൾ അപ്രത്യക്ഷമാകുന്ന സ്ഥിതി, നെറ്റ് ഇല്ലാതെ വരുന്ന സമയത്ത് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ ആശങ്കയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വിവര സാങ്കേതിക സംവിധാനങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ഈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇത് നെറ്റില്ലാതെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല ഇതിനോടനുബന്ധിച്ചിട്ട് വേറെ ഏതെങ്കിലും ഈ കള്ളന്മാരെ പോലെയുള്ള വിഭാഗങ്ങളുണ്ടായാലും ചോർത്തിയെടുക്കുന്നവർ അവർ സജീവമാകാനുള്ള സാധ്യത നെറ്റില്ലാത്ത സമയത്താണ് എന്നുള്ളതും വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ചാരന്മാർ രംഗപ്രവേശനം ചെയ്യുകയും നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ അടിച്ചു കൊണ്ടുപോവുകയും പിന്നീട് അവരാൽ തന്നെ നമ്മൾ ഭീഷണിക്ക് വിധേയമാകുകയും ചെയ്യുന്നത് മാത്രമല്ല, നിത്യേന നടക്കുന്ന ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിശ്ചലമായി പോകുന്ന സമയത്ത് വരാൻ പോകുന്ന കാലങ്ങളിൽ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഒരു ദിവസത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കെടുതികളും പ്രയാസങ്ങളും അത് ഒരു ദിവസം പിന്നീട് നമുക്ക് 2 ദിവസമോ ഒരുപക്ഷെ ഒരു മാസമോ ഒരു വർഷമോ ഉണ്ടായാൽ പോലും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ വരും. നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കി ശത്രു രാജ്യങ്ങൾ എല്ലാ ബോംബെല്ലാം ഇട്ടുകൊണ്ട് തകർത്തെറിഞ്ഞ് പോകുന്ന സമയത്ത് പുനർനിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുൻപത്തെ പോലെ അത് സമാനമായ രീതിയിലാക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ്. ഇസ്രായേൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിനെതിരെ തിരിയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അവരുടെ താമസ മേഖല തകർക്കപ്പെടുന്നു, അവരുടെ ആശുപത്രി സമുച്ചയങ്ങൾ തകർക്കപ്പെടുന്നു, അവരുടെ ഗവൺമെൻറ് ഓഫീസുകൾ തകർക്കപ്പെടുന്നു. അങ്ങനെ രാജ്യത്തെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും വ്യക്തികളെ നിയന്ത്രിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും സർവ്വമേഖലയും തകർക്കപ്പെടുന്ന സമയത്ത് പിന്നീട് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസം നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാലൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. അതിൻ്റെ പ്രയാസം, അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട്. കാര്യം 40,000-ലധികം വീടുകൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്ക് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. തകർക്കപ്പെട്ട വീടിന് പകരമായ രീതിയിൽ വീടുകളൊന്നും ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വീട് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന സ്ഥിതിയാണ്. ഗസയിൽ എങ്ങനെയാണോ സമാന രീതിയിൽ ഇവിടെ ഇസ്രായേലും ഉണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ മേഖലയിൽ ഇറാൻ ഇടപെട്ടുകൊണ്ട് തകർക്കപ്പെടുകയാണെങ്കിൽ അത് ലോകത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.